ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. 1945 ഫെബ്രുവരി 27. ഇന്നലത്തേക്കാൾ ഇരട്ടി ആളുകൾ ഇന്നുണ്ട്. പണക്കാരായവരും ഇന്ന് വന്നിട്ടുണ്ട്. ചിലർ കഴുതപ്പുറത്താണ് വന്നിരിക്കുന്നത്. കഴുതയെ ഷെഡിന്റെ തൂണുകളിൽ കെട്ടിയ ശേഷം അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഈശോയെ കാത്തിരിക്കുകയാണ്. നല്ല തണുപ്പുള്ളതാണെങ്കിലും പ്രകാശമുള്ള ദിവസം. താഴ്ന്ന സ്വരത്തിൽ ആളുകൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കൂടുതൽ അറിവുള്ളവർ ഗുരു ആരാണെന്നും എന്തുകൊണ്ടാണ് ആ സ്ഥലത്ത് പ്രസംഗിക്കുന്നതെന്നും വിശദീകരിച്ചു കൊടുക്കുന്നു. ഒരാൾ ചോദിക്കുന്നു, ഇവൻ യോഹന്നാനേക്കാൾ വലിയവനാണോ? അല്ല, സംഗതി ആകെ വ്യത്യസ്തമാണ്. ഞാൻ യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. അയാൾ മുന്നോടിയും നീതിയുടെ ശബ്ദവുമായിരുന്നു. ഇത് മിശിഹായാണ്, ജ്ഞാനത്തിൻ്റെയും കരുണയുടെയും ശബ്ദം. അത് നിങ്ങൾ എങ്ങനെ അറിയും? പലരും ചോദിക്കുന്നു. സ്നാപകന്റെ 3 ശിഷ്യർ എന്നോട് പറഞ്ഞതാണ്. സംഭവിച്ചവ നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രം മതിയായിരുന്നു. അവൻ ജനിച്ചപ്പോൾ അവർ അവനെ കണ്ടു. ഒന്ന് വിചാരിച്ചു നോക്കൂ, അവൻ പ്രകാശത്തിൽ നിന്നാണ് ജനിച്ചത്. അന്നു രാത്രിയിൽ എത്ര വലിയ പ്രകാശമായിരുന്നു! ഇടയന്മാരായ അവർ കണ്ടു, പ്രകാശം കണ്ടു. ഭയം മൂടിയ ആടുകളുടെ ഇടയിലൂടെ ആലയിൽ നിന്ന് അവർ പുറത്തിറങ്ങി നോക്കി. ജെറുസലേം മുഴുവൻ തീ പിടിച്ചിരുന്നു. ദൈവദൂതന്മാർ സ്വർഗത്തിൽ നിന്നിറങ്ങി അവരുടെ ചിറകുകൾ കൊണ്ട് തീ കെടുത്തി. അവൻ, ആ ശിശു, പ്രകാശത്തിൽ നിന്ന് ഭൂമിയിൽ ജനിച്ചു. തീ മുഴുവൻ കൂടെ ചേർന്നൊരു നക്ഷത്രമായി. ഇല്ല, അങ്ങനെയുണ്ടായില്ല. ഉവ്വ്, അങ്ങനെ സംഭവിച്ചു. ഞാനൊരു ബാലനായിരുന്നപ്പോൾ ബെത്ലഹേമിലെ ഒരു ലായത്തിൽ ജോലി ചെയ്തിരുന്നവൻ എന്നോട് പറഞ്ഞതാണ്. ഇപ്പോൾ മിശിഹ വളർന്ന് പ്രായപൂർത്തിയായപ്പോൾ അതേക്കുറിച്ച് അവൻ സ്തുതിച്ചു പറയുന്നുണ്ട്. അങ്ങനെയല്ല, നക്ഷത്രം പിന്നീടാണ് വന്നത്. കിഴക്ക് നിന്നും വന്ന ജ്ഞാനികളുടെ കൂടെയാണ് നക്ഷത്രം വന്നത്. അവരിൽ ഒരാൾ സോളമന്റെ ബന്ധുവായിരുന്നു. തന്മൂലം മിശിഹായുടെയും ബന്ധുവായിരുന്നു. കാരണം അവൻ ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനാണ്. ദാവീദ് സോളമന്റെ പിതാവാണ്. സോളമൻ ഷീബായിലെ രാജ്ഞിയെ സ്നേഹിച്ചു, കാരണം അവൾ സുന്ദരിയായിരുന്നു. അവൾ ധാരാളം വിശിഷ്ടമായ സമ്മാനങ്ങളും കൊണ്ടുവന്നു. അവന് അവളിൽ ഒരു പുത്രൻ ജനിച്ചു. അവൻ നൈൽ നദിക്ക് അപ്പുറത്താണെങ്കിലും അവൻ യൂദാവംശത്തിൽ ഉൾപ്പെടുന്നു. നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് ഭ്രാന്തുണ്ടോ? ഇല്ല, അവന്റെ ബന്ധു അവന് സുഗന്ധതൈലം കൊണ്ടുവന്നില്ലെന്നാണോ നീ പറയുന്നത്? ആ കാലത്ത് രാജാക്കന്മാരുടെയും രാജകുടുംബത്തിൽപ്പെട്ടവരുടെയും പതിവ് അതായിരുന്നു. ശരിക്കുണ്ടായ സംഭവം എനിക്കറിയാം. വേറൊരാൾ പറയുന്നു, ഇതാണ് സംഭവിച്ചത്, എനിക്കറിയാം. കാരണം ഇടയന്മാരിൽ ഒരാളായ ഐസക്കിന്റെ സ്നേഹിതനാണ്. അങ്ങനെ ശിശു ഒരു തൊഴുത്തിലാണ് ജനിച്ചത്. ദാവീദിന്റെ കുലത്തിൽപ്പെട്ടവൻ. അങ്ങനെ പ്രവചനമുണ്ടായില്ല. എന്നാൽ അവൻ നസ്രസിൽ നിന്നല്ലേ വരുന്നത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവൻ ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ടവനായതുകൊണ്ട് ബേത്ലഹേമിൽ ജനിച്ചു. അന്ന് രാജകൽപ്പനയുടെ കാലമായിരുന്നു. ഇടയന്മാർ ഒരു പ്രകാശം കണ്ടു. ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ അത്ര മനോഹരമായ പ്രകാശം. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനാണ് ദൈവദൂതനെ ആദ്യം കണ്ടത്. അവൻ നിഷ്കളങ്കനായിരുന്നതിനാണല്ലോ അവന് ആദ്യം കാണാൻ കഴിഞ്ഞത്. ദൈവദൂതൻ വീണയുടെ ശബ്ദം പോലെ മാധുര്യമേറിയ സ്വരത്തിൽ അവനോട് സംസാരിച്ചു. രക്ഷകൻ പിറന്നിരിക്കുന്നു, പോയി അവനെ ആരാധിക്കും. അനന്തരം ദൈവദൂതന്മാർ ഇങ്ങനെ പാടി, ദൈവത്തിന് മഹത്വവും നല്ല മനുഷ്യർക്ക് സമാധാനവും. ഇടയന്മാർ പോയി. അവർ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ചെറിയ ശിശുവിനെ കണ്ടു. പുൽത്തൊട്ടിയുടെ ഇരുവശങ്ങളിലായി ഒരു കാളയും ഒരു കഴുതയും ഉണ്ടായിരുന്നു. അവന്റെ അമ്മയും അപ്പനും സമീപേ ഉണ്ടായിരുന്നു. അവർ അവനെ ആരാധിച്ചു. അവർ അവനെ ഒരു നല്ല സ്ത്രീയുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശിശു മറ്റു കുഞ്ഞുങ്ങളെ പോലെ തന്നെ വളർന്നു. അവൻ സുന്ദരനും നല്ലവനും സ്നേഹം കൊണ്ട് നിറഞ്ഞവനുമായിരുന്നു. പിന്നീട് ജ്ഞാനികളായ മനുഷ്യർ യുഫ്രട്ടീസിന്റെയും നൈലിന്റെയും അപ്പുറത്തു നിന്നും വന്നു. കാരണം അവർ ഒരു നക്ഷത്രം കണ്ടു. അത് ബാലാമിന്റെ നക്ഷത്രമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ കുട്ടി ഇപ്പോൾ നടക്കുന്ന പ്രായമായി. ഹെറോദേസ് രാജാവ് കുട്ടികളെ വധിക്കാൻ കൽപ്പന അയച്ചു. കാരണം അവൻ സ്വന്തം രാജ്യത്തെക്കുറിച്ച് ഭയപ്പെട്ടു.
എന്നാൽ കർത്താവിന്റെ ദൂതൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി. അതിനാൽ അവൻ മരിച്ചില്ല. അവർ മാത്താറിക്ക് അപ്പുറത്തേക്ക് കടന്ന് രക്ഷപ്പെട്ടു. ബേത്ലഹേമിലെ കുട്ടികൾ മരിച്ചു. പിന്നീട് അവൻ തിരിച്ചു വന്ന് നസ്രസിൽ ഒരാശാരിയായി ജോലി ചെയ്തു. അവന്റെ സമയം വന്നപ്പോൾ അവന്റെ കസിൻ സ്നാപകൻ അവനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ദൗത്യം നിർവഹിച്ചു തുടങ്ങി. ആദ്യം അവൻ അവന്റെ ഇടയന്മാരെയാണ് അന്വേഷിച്ചത്. 30 വർഷം തളർന്നു കിടന്നിരുന്ന ഐസക്കിനെ അവൻ സുഖപ്പെടുത്തി. ഐസക്കിന് അവനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകില്ല. ഇതാണ് സത്യം. എന്നാൽ സ്നാപകന്റെ 3 ശിഷ്യരാണ് എന്നോടെല്ലാം പറഞ്ഞത്. അല്പം ചെറുതായതായി അനുഭവപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ പറയും, ഇത് ശരിയാണ്, ലയത്തിലെ പണിക്കാരൻ പറഞ്ഞതാണ് സത്യമല്ലാത്തത്. അവൻ അതേക്കുറിച്ച് വമ്പു പറയുന്നു. അവൻ പോയി ബെത്ലഹേമിലുള്ളവരോട് നല്ലവരാകാൻ പറയട്ടെ. മിശിഹായിക്ക് ബെത്ലഹേമിലാകട്ടെ ജെറുസലേമിലാകട്ടെ പ്രസംഗിക്കാൻ കഴിയുന്നില്ലല്ലോ. തീർച്ചയായും നിയമജ്ഞരും പ്രീശരും അവന്റെ വാക്കുകൾ ശ്രവിക്കുന്നതായി ഭാവനയിൽ കാണാൻ കഴിയുമോ? സ്നാപകൻ വിളിക്കുന്നത് പോലെ അണലികളും ചെന്നായ്ക്കളും. എനിക്ക് സുഖം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കാലിൽ പൊറുക്കാത്ത വ്രണവും പഴുപ്പും. കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് തന്നെ മരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. അവനെ ഞാൻ സിയോനിൽ അന്വേഷിച്ചു. അവൻ ഇപ്പോൾ അവിടെയെങ്ങുമില്ല. ഒരാൾ പറയുന്നു. അവർ കൊല്ലുമെന്ന് അവനെ ഭീഷണിപ്പെടുത്തി. വേറൊരാൾ പറയുന്നു. പട്ടികൾ. ശരിയാ, നീ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ലിദായിൽ നിന്ന്. ഇത്ര ദൂരെ നിന്നോ? എനിക്ക് എനിക്ക് എൻ്റെ ഒരു പാപത്തെക്കുറിച്ച് അവനോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ സ്നാപകനോട് പറഞ്ഞു. എന്നാൽ ഞാൻ ഓടിക്കളഞ്ഞു. അത്ര കഠിനമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊരാൾ പറയുന്നു. നീ എന്താണ് ചെയ്തത്? കുറേയധികം തിന്മ. ഞാനത് അവനോട് പറയും. അവൻ എന്നെ ശപിക്കുമോ? നീ എന്തു പറയുന്നു? ഇല്ല, അവൻ ബെത്സദായിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ യാദൃശ്ചികമായി അവിടെ ചെന്നതാണ്. ഓ, എന്തൊരു വാക്കുകൾ! അവൻ പാപം ചെയ്ത ഒരു സ്ത്രീയെക്കുറിച്ച് പറയുകയായിരുന്നു. ആ, ഞാൻ ആ വാക്കുകൾക്ക് അർഹനാകുവാനായി ആ സ്ത്രീ ഞാനായിരുന്നെങ്കിൽ എന്ന് പോലും ആഗ്രഹിച്ചു പോയി. വൃദ്ധനായ ഒരു മാന്യൻ പറയുന്നു. ഇതാ അവൻ വരുന്നു. അനേകർ വിളിച്ചു പറയുന്നു. കാരുണ്യമേ, എനിക്ക് ലജ്ജയാകുന്നു. കുറ്റക്കാരനായ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് ഓടിപ്പോകാൻ തുടങ്ങുന്നു. എൻ്റെ മകനെ, നീ എങ്ങോട്ടാണ് ഓടുന്നത്? വെളിച്ചത്തിന്റെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കത്തക്ക വിധം അത്രയധികം അന്ധകാരം നിന്റെ ഹൃദയത്തിലുണ്ടോ? പാപപൂർത്തി തന്നെയായ എന്നെ ഭയപ്പെടത്തക്ക വിധം അത്രയധികം പാപം നീ ചെയ്തോ? എന്തു പാപമായിരിക്കാം നീ ചെയ്തത്? നീ ദൈവത്തെ കൊന്നവനാണെങ്കിലും യഥാർത്ഥത്തിൽ അനുതാപമുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. കരയാതിരിക്കൂ. അല്ലെങ്കിൽ വരൂ, നമുക്കൊരുമിച്ച് കരയാം. ഓടിപ്പോകുന്ന മനുഷ്യനെ നിർത്തുവാൻ ഒരു കൈ ഉയർത്തിയ ഈശോ മറ്റേ കൈകൊണ്ട് അയാളെ ചേർത്ത് മുറുക്കി പിടിച്ചുകൊണ്ട് ആളുകളോട് പറയുന്നു, ഒരു നിമിഷം ഇവനെ ഒന്ന് ആശ്വസിപ്പിച്ചു കൊള്ളട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വരാം. അവൻ വീടിനപ്പുറത്തേക്ക് നടക്കുന്നു. മൂല തിരിഞ്ഞപ്പോൾ മൂടുപടം ധരിച്ച ആ സ്ത്രീയെയും മുട്ടുന്നു. അവൾ അവിടെ നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. ഈശോ ഒരു നിമിഷം അവളെ ഒന്ന് നോക്കി. പിന്നെ ഒരു 10 ചുവട് കൂടെ നടന്ന ശേഷം നിന്നു. മകനെ, നീ എന്താണ് ചെയ്തത്? ആ മനുഷ്യൻ മുട്ടിന്മേൽ നിൽക്കുന്നു. അയാൾക്ക് 50 വയസ്സ് കാണും. അയാളുടെ മുഖം പലവിധ ദുർമോഹങ്ങളാലും രഹസ്യമായ പീഡനത്താലും ആകെ തകർന്നിരിക്കുന്നു. അവൻ കൈ രണ്ടും നീട്ടിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ അമ്മയെയും സഹോദരനെയും കൊന്നു. അപ്പന്റെ സ്വത്ത് മുഴുവനും എനിക്ക് കിട്ടുന്നതിനും സ്ത്രീകളുമായി സുഖിക്കുന്നതിനുമാണ് ഇവയെല്ലാം ചെയ്തത്. അപ്പോൾ മുതൽ എനിക്ക് സമാധാനമില്ലാതെയായി. എൻ്റെ ഭക്ഷണം രക്തമായി, എൻ്റെ ഉറക്കം പേടി സ്വപ്നങ്ങളായി, എൻ്റെ ആനന്ദങ്ങൾ സ്ത്രീകളുടെ മടിയിൽ കാമാർത്തി കൊണ്ട് അവരുടെ കരച്ചിൽ. മരിച്ചുപോയ എൻ്റെ അമ്മയുടെ തണുത്ത മൃതശരീരം എനിക്ക് അനുഭവപ്പെട്ടു. വിഷം കുടിച്ച് മരിച്ച എൻ്റെ സഹോദരന്റെ മരണരോധനം ഞാൻ കേട്ടു. മതാലസകളായ സ്ത്രീകൾ ശപിക്കപ്പെട്ടവരാകട്ടെ. അവർ സർപ്പങ്ങളാണ്, മെഡൂസുകളാണ്, ഒരിക്കലും മതിവരാത്ത മഞ്ഞിലുകൾ. എൻ്റെ നാശം. ശപിക്കാതിരിക്കൂ. ഞാൻ നിന്നെ ശപിക്കുന്നില്ലല്ലോ. നീ എന്നെ ശപിക്കുന്നില്ലയോ? ഇല്ല, ഞാൻ കരയുകയാണ്. നിന്റെ പാപം എൻ്റെ മേൽ ഞാൻ വഹിക്കുകയാണ്. അതെത്ര ഭാരമുള്ളതാണ്.
എൻ്റെ കൈകാലുകളെ അത് തകർക്കുന്നു. എന്നാൽ ഞാൻ അതിനെ എന്നോട് ചേർത്ത് പിടിക്കുന്നു. അത് ഞാൻ എന്നിലേക്ക് വഹിച്ച് അതിനെ ദഹിപ്പിക്കുകയാണ്. എന്നിട്ട് നിനക്ക് ഞാൻ പാപപ്രതി നൽകുന്നു. അതെ, നിന്റെ വലിയ പാപം ഞാൻ പൊറുക്കുന്നു. കരഞ്ഞുകൊണ്ട് മുട്ടുമേൽ നിൽക്കുന്ന ആ മനുഷ്യന്റെ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നു. പിതാവേ, എന്റെ രക്തം ഇവനു വേണ്ടി കൂടിയാണ് ചിന്തപ്പെടാൻ പോകുന്നത്. തൽക്കാലത്തേക്ക് ഇതാ എന്റെ കണ്ണീരും പ്രാർത്ഥനയും. പിതാവേ, ഇവൻ അനുതപിക്കുന്നതിനാൽ ഇവനോട് ക്ഷമിക്കണമേ. എല്ലാം ആരുടെ വിധിക്കായി അങ്ങ് വിട്ടിരിക്കുന്നുവോ ആ പുത്രൻ, അങ്ങയുടെ പുത്രൻ ഇത് ആവശ്യപ്പെടുന്നു. ആ നിലയിൽ ഈശോ കുറച്ചു സമയം നിൽക്കുന്നു. അനന്തരം കുനിഞ്ഞ് അയാളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ പാപം പൊറുക്കപ്പെട്ടിരിക്കുന്നു. പ്രായശ്ചിത്തത്തിന്റെ ഒരു ജീവിതം വഴിയായി നിന്റെ പാപത്തിന്റെ കടങ്ങൾ അവശേഷിക്കുന്നവ പരിഹരിക്കുവാൻ നീ തന്നെ പരിശ്രമിക്കുക. ദൈവം എന്നോട് ക്ഷമിച്ചു അല്ലേ? എൻ്റെ അമ്മ ക്ഷമിച്ചോ? എൻ്റെ സഹോദരൻ ക്ഷമിച്ചിട്ടുണ്ടോ? ദൈവം ക്ഷമിക്കുന്നത് എല്ലാവരും ക്ഷമിക്കുന്നു. പൊയ്ക്കൊള്ളുക, ഇനിയും പാപം ചെയ്യരുത്. ആ മനുഷ്യൻ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ഈശോയുടെ കരം ചുംബിക്കുന്നു. കരഞ്ഞുകൊള്ളട്ടെ എന്നു കരുതി ഈശോ അയാളുടെ അടുത്തു നിന്ന് വീട്ടിലേക്ക് നടക്കുന്നു. മൂടുപടം ധരിച്ച ആ സ്ത്രീക്ക് ഈശോയെ കണ്ട് സംസാരിച്ചാൽ കൊള്ളാമെന്ന് ആംഗ്യം കാണിക്കുന്നു. എന്നാൽ തലകുനിച്ച് അനങ്ങാതെ നിൽക്കുകയാണ്. ഈശോ അവളെ നോക്കാതെ അവളുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്നു. ഈശോ തന്റെ സ്ഥാനത്ത് വന്ന് അവൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഒരാത്മാവ് കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. താൻ സൃഷ്ടിച്ച ആത്മാക്കളെ സാത്താന്റെ കെണിയിൽ നിന്നും രക്ഷിച്ച് സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് കൊണ്ടുവരുന്ന അവിടുത്തെ സർവശക്തി വാഴ്ത്തപ്പെട്ടതാകട്ടെ. ആ ആത്മാവ് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? നിയമത്തെ മറന്ന് ജീവിച്ചതുകൊണ്ടാണ്. പുസ്തകത്തിൽ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, സീനാമലയിൽ കർത്താവ് ഭീതിദയമായ തന്റെ ശക്തിയോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. അതിനാൽ അവൻ പറഞ്ഞത്, ഞാനാകുന്നു ദൈവം, ഇതെന്റെ അഭീഷ്ടമാണ്. ദൈവത്തിന്റെ അഭീഷ്ടത്തെ എതിർക്കുന്നവർക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന മിന്നൽ ഇതാണ്. സംസാരിക്കുന്നതിന് മുമ്പ് അവൻ കൽപ്പിച്ചിരിക്കുന്നു. ആയിരിക്കുന്നവൻ ആരോ അവനെ ഓർത്ത് ജനങ്ങളാരും മുകളിലേക്ക് കയറരുത്. പുരോഹിതൻ പോലും ശിക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് അവർക്ക് കൽപ്പിച്ചിരിക്കുന്ന പരിധിയെ സമീപിക്കുന്നതിന് മുമ്പ് ശുദ്ധീകരിക്കപ്പെടണം. കാരണം അത് നീതിയുടെയും പരീക്ഷണത്തിന്റെയും കാലമായിരുന്നു. ഒരു കല്ല് വെച്ച് അടച്ചാലെന്ന പോലെ സ്വർഗം എന്ന രഹസ്യം അടക്കപ്പെട്ടിരുന്നു. ദൈവകോപവും അടക്കപ്പെട്ടിരുന്നു. നീതിയുടെ വാളുകൾ മാത്രം കുറ്റവാളികളായ മക്കളുടെ മേൽ ആഞ്ഞു പതിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നീതിയെല്ലാം തന്നിലേക്ക് ആവഹിക്കുവാൻ നീതിമാനായവൻ വന്നിരിക്കുന്നു. മിന്നൽ പിണറുകൾ കൂടാതെയും യാതൊരു പരിധിയും നിർണയിക്കാതെയും ദൈവത്തിന്റെ വചനം കൃപയും ജീവനും മനുഷ്യർക്ക് നൽകാനായി അവരോട് സംസാരിക്കുന്നു. പിതാവും കർത്താവുമായവന്റെ ഒന്നാമത്തെ വചനം ഇതാകുന്നു, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ദൈവിക സ്വരം ഈ വാക്ക് ഉച്ചരിക്കാത്തതായോ ദൈവിക വിരല് ഈ വാക്ക് എഴുതാത്തതായോ ഒരു നിമിഷം പോലുമില്ല. എവിടെ? എല്ലായിടത്തും. എല്ലാം ഈ വാക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പുല്ലും നക്ഷത്രവും വെള്ളവും അഗ്നിയും രോമവും ഭക്ഷണവും പ്രകാശവും അന്ധകാരവും ആരോഗ്യവും രോഗവും ധനവും ദാരിദ്ര്യവും എല്ലാം ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാം ഇങ്ങനെയാണ് പറയുന്നത്, ഞാനാണ് കർത്താവ്. എന്നിൽ നിന്നാണ് നിനക്ക് കിട്ടിയത്. എൻ്റെ ഒരു വിചാരം നിനക്കത് നൽകുന്നു, വേറൊരു വിചാരം നിന്നിൽ നിന്നത് എടുത്തു കളയുന്നു. എൻ്റെ നിശ്ചയത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഒരു പട്ടാളത്തിനും ഒരു പ്രതിരോധ ശക്തിക്കും കഴിയുകയില്ല. കാറ്റിൻ്റെ ശബ്ദം അത് വിളിച്ചു പറയുന്നു, ജലത്തിൻ്റെ കളകള ശബ്ദം അത് പാടുന്നു, പുഷ്പങ്ങളുടെ സൗരഭ്യത്തിൽ കൂടെ അത് സുഗന്ധം പരത്തുന്നു, പർവ്വതത്തിൻ്റെ മുകളിൽ അത് ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു, മനുഷ്യ മനസാക്ഷിയിൽ അത് മന്ത്രിക്കുന്നു, സംസാരിക്കുന്നു, വിളിച്ചു പറയുന്നു, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവെന്ന്. ഒരിക്കലും ഇത് മറക്കാതിരിക്കും. ഈ വാക്ക് കേൾക്കാതിരിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ ചെവികൾ അടയ്ക്കരുത്. മനസാക്ഷിയെ ശ്വാസം മുട്ടിക്കരുത്. എന്താണെങ്കിലും ഇത് നിലനിൽക്കുന്നു. ഒരു നിമിഷം വരും,
അപ്പോൾ അത് ദൈവത്തിൻ്റെ ആഗ്നേയ വിരലുകൊണ്ട് വിരുന്നുശാലയുടെ ഭിത്തികളിൽ ഇളകിമറിയുന്ന തിരമാലകളിൽ ഒരു ശിശുവിൻ്റെ പുഞ്ചിരിക്കുന്ന അധരങ്ങളിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധൻ്റെ വിളറിയ മുഖത്ത് സുഗന്ധവാഹിയായ ഒരു റോസാപ്പൂവിൽ ചീഞ്ഞളിഞ്ഞ ഒരു ശവകുടീരത്തിൽ എഴുതപ്പെടും. ഒരു നിമിഷം വരും. വീഞ്ഞിൻ്റെയും ആനന്ദത്തിൻ്റെയും മധ്യേ ജോലി തിരക്കിൻ്റെ പണസമ്പാദ്യത്തിൻ്റെ പരിശ്രമങ്ങൾക്കിടയിൽ രാത്രിയിലെ വിശ്രമ സമയത്ത് ഏകനായി നടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ ശബ്ദമുയർത്തി പറയും, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ആർത്തിയോടെ നീ ചുംബിക്കുന്ന മാംസത്തിനോ അത്യാഗ്രഹത്തോടെ നീ വിഴുങ്ങുന്ന ഭക്ഷണത്തിനോ നീ വളരെ ലുപ്ത കാട്ടി സ്വരുക്കൂട്ടുന്ന സ്വർണത്തിനോ നീ മടിപിടിച്ച് ചുരുണ്ടുകൂടി കഴിയുന്ന കിഴക്കോ നിന്റെ മൗനത്തിനോ ഏകാന്തതയ്ക്കോ അതിനെ നിശബ്ദമാക്കാൻ കഴിയുകയില്ല. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. നിന്നെ ഉപേക്ഷിക്കാത്ത കൂട്ടുകാരൻ, നിനക്ക് ഓടിച്ചുവിടാൻ കഴിയാത്ത അതിഥി. നീ നല്ലവനാണോ? എങ്കിൽ അതിഥിയും കൂട്ടുകാരനുമായവൻ നിന്റെ സ്നേഹിതനായിരിക്കും. നീ ദുഷ്ടനും കുറ്റവാളിയുമാണോ? എങ്കിൽ അതിഥിയും കൂട്ടുകാരനുമായവൻ ദേഷ്യം കൊണ്ടൊരു രാജാവായിത്തീരും. നിനക്ക് സമാധാനം തരികയില്ല, എന്നാൽ നിന്നെ വിടുകയില്ല. ദൈവത്തിൽ നിന്നുള്ള വേർപെടുത്തൽ നശിച്ചുപോയ ആത്മാക്കൾക്ക് മാത്രമുള്ളതാണ്. എന്നാൽ ഈ വേർപാട് ഒരിക്കലും ശമനമില്ലാത്ത നിത്യമായ അവരുടെ പീഡനം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. അതിൻ്റെ കൂടെ ഇങ്ങനെയും പറയുന്നു, നിന്നെ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവൻ ഞാനാകുന്നു. ഓ, ഇപ്പോഴും അത് ശരിക്കും പറയുന്നു. അതോ ഏതുതരം നാട്ടിലേക്കാണ് ഈജിപ്തിൽ നിന്ന് അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്? വാഗ്ദാനത്തിൻ്റെ നാട്ടിലേക്ക്. അതേ സ്ഥലമല്ല, സ്വർഗമാണ്, കർത്താവിൻ്റെ നിത്യമായ രാജ്യം. അവിടെ വിശപ്പോ ദാഹമോ ഇല്ല, തണുപ്പും മരണവുമില്ല. എല്ലാ സന്തോഷവും സമാധാനവും പ്രസരിപ്പിക്കുന്നവയായിരിക്കും. എല്ലാ ആത്മാക്കൾക്കും സമാധാനവും സന്തോഷവും കൊണ്ട് നിറഞ്ഞവരായിരിക്കും. അവൻ ഇപ്പോൾ നിങ്ങളെ യഥാർത്ഥ അടിമത്തത്തിൽ നിന്ന് മോചിക്കുകയാണ്. അവൻ രക്ഷകനാണ്. ആ രക്ഷകൻ ഞാൻ തന്നെ. നിങ്ങളുടെ ചങ്ങലകൾ പൊട്ടിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യരായ ഭരണാധിപന്മാർ എല്ലാവരും മരിക്കും. അവരുടെ മരണത്തിൽ അവൻ നിത്യനാണ്. അവൻ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അവനാണ് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നത്. നിങ്ങൾ പാപികളാണ്. സാത്താൻ നിങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് പാപമാകുന്ന ചങ്ങല കൊണ്ടാണ്. ഞാൻ വന്നിരിക്കുന്നത് ആ ചങ്ങല പൊട്ടിക്കാനാകുന്നു. ഞാൻ പിതാവിൻ്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്. വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. നിങ്ങളെ ഞാൻ ഈജിപ്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്ന വാക്കുകൾ ഇന്ന് അനർത്ഥമായിരിക്കുന്നു, ഇന്ന് നിറവേറിയിരിക്കുന്നു. ഈ വാഗ്ദാനം ശരിക്കും മനസ്സിലാക്കപ്പെട്ടിരുന്നില്ല. ആധ്യാത്മികമായി ഇന്നിത് നിവൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ പിതാക്കളെ വശീകരിച്ച് വഴിതെറ്റിയ വിഗ്രഹത്തിൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവൻ നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അവൻ നിങ്ങളെ കൃപാവരം ധരിപ്പിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഞാൻ ഗൗരവമായി പറയുന്നു, എൻ്റെ പക്കൽ വരുന്നവർക്ക് അത്യുന്നതനായവൻ പിതാവിൻ്റെ സ്നേഹവായ്പോടെ നേരിയ ശബ്ദത്തിൽ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ കഴിയും. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഞാൻ നിന്നെ സ്വതന്ത്രനാക്കി സന്തോഷമുള്ളവനാക്കി എന്നിലേക്ക് അടുപ്പിക്കുന്നു. വരൂ, നിങ്ങളുടെ ഹൃദയവും മുഖവും പ്രാർത്ഥനയും മനസ്സും കർത്താവിലേക്ക് തിരിക്കുക. കൃപാവരത്തിൻ്റെ സമയം വന്നിരിക്കുന്നു. ഈശോ പ്രസംഗം അവസാനിപ്പിച്ചു. അനുഗ്രഹം നൽകിക്കൊണ്ട് നടന്നു പോകുന്നതിനിടക്ക് ഒരു വൃദ്ധയെയും പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ഇരുണ്ട നിറമുള്ള ചെറുബാലികയെയും ആശ്ലേഷിക്കുന്നു. ഗുരുവേ, എന്നെ സുഖപ്പെടുത്തും, എനിക്ക് വലിയ വേദനയാണ്. കാലു പഴുത്ത് അറ്റുപോകുന്ന ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, ആദ്യം നിന്റെ ആത്മാവ് പരിഹാരം ചെയ്യണം. ജോൺ ചെയ്തതുപോലെ എനിക്ക് മാമോദിസ നൽകൂ. എനിക്ക് അവൻ്റെ പക്കലേക്ക് പോകാൻ സാധിക്കുകയില്ല. എനിക്ക് സുഖമില്ല. വരും. ഈശോ രണ്ട് പുൽത്തകിടുകൾക്കപ്പുറം കാടുകൊണ്ട് കാണാൻ കഴിയാത്ത നദിയിലേക്ക് നടക്കുന്നു. ഈശോ ചെരുപ്പുകൾ മാറ്റി. ആ മനുഷ്യൻ ഊന്നുവടിയുടെ സഹായത്തോടെ അവിടെ എത്തി. അയാളും ചെരുപ്പുകൾ മാറ്റി. രണ്ടുപേരും നദീതീരത്തേക്ക് ഇറങ്ങി. ഈശോ കൈകൾ ചേർത്ത് കുഴിച്ചു പിടിച്ചുകൊണ്ട് വെള്ളം അയാളുടെ ശിരസിൽ ഒഴിച്ചു. അയാൾ മുട്ടിന് താഴെ പകുതിയോളം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഈശോ മുകളിലേക്ക് കയറുന്നതിനിടക്ക് പറയുന്നു, നിന്റെ വ്രണത്തിൻ്റെ കെട്ടുകൾ എടുത്തു മാറ്റുക. ആ മനുഷ്യൻ അനുസരിക്കുന്നു. കാല് സുഖം പ്രാപിച്ചു. ജനക്കൂട്ടം സന്തോഷം കൊണ്ട് ആർപ്പ് വിളിക്കുന്നു. എന്നെയും 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 സ്നാനപ്പെടുത്തു പലരും വിളിച്ചു പറയുന്നു.
പകുതി വഴി നടന്നെത്തിയ ഈശോ തിരിഞ്ഞു നിന്ന് പറയുന്നു, നാളെയാകട്ടെ, ഇപ്പോൾ നിങ്ങൾ പോകുക, നല്ലവരായിരിക്കണം കേട്ടോ, സമാധാനം നിങ്ങളോടുകൂടെ. എല്ലാം അവസാനിച്ചു. ഈശോ വീട്ടിലേക്ക് ചെന്ന് ആകെ ഇരുട്ടായിരുന്ന അടുക്കളയിൽ പ്രവേശിക്കുന്നു. സമയം ഉച്ച കഴിഞ്ഞതേയുള്ളൂ. ശിഷ്യർ ഈശോയുടെ ചുറ്റും കൂടുകയാണ്. പത്രോസ് ചോദിക്കുന്നു, അങ്ങ് വീടിൻ്റെ പിൻഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ മനുഷ്യന് എന്തു പറ്റിയതാണ്? അവന് ശുദ്ധീകരണം ആവശ്യമില്ലായിരുന്നു, പക്ഷേ അയാൾ തിരിച്ചു വന്നില്ല. സ്നാനപ്പെടുവാനും അയാൾ വന്നില്ല. ഞാൻ അയാളെ വിട്ട സ്ഥലത്തേക്ക് അയാൾ പോയി. എവിടെയാണ്? പരിഹാരം ചെയ്യാനാണ് പത്രോസേ, കാരാഗൃഹത്തിലോ? അല്ല, അവൻ്റെ ശേഷിച്ച ജീവിതകാലം മുഴുവൻ പ്രായശ്ചിത്തം ചെയ്യുവാൻ. ജലം കൊണ്ട് ഒരാൾ വിശുദ്ധീകരിക്കപ്പെടുന്നില്ലേ? കണ്ണീരും ജലമാണല്ലോ. അത് സത്യമാണ്. ഇന്ന് അത്ഭുതം ചെയ്തതിനാൽ ഇനി എത്രയധികം ആളുകൾ വരുമായിരിക്കും. ഇന്നാണെങ്കിൽ ഇന്നലത്തേതിൻ്റെ ഇരട്ടി ആളുണ്ടായിരുന്നു. ശരിയാണ്, ഞാൻ തനിച്ചെല്ലാം ചെയ്താൽ എനിക്കവ ചെയ്തു തീർക്കാൻ കഴിയുകയില്ല. ഇനി മാമോദിസ നൽകുന്നത് നിങ്ങളായിരിക്കണം. ആദ്യം ഒരാൾക്ക്, പിന്നെ 2 പേർക്ക്, 3 പേർക്ക്, പിന്നീട് അനേകർക്ക്. ഞാൻ പ്രസംഗിക്കുകയും രോഗികളെ, പാപികളായവരെ സുഖപ്പെടുത്തുകയും ചെയ്യാം. ഞങ്ങൾ മാമോദിസ നൽകാനോ? ഓ, എനിക്കതിന് യോഗ്യതയില്ല. ആ ദൗത്യത്തിന് നിന്ന് കർത്താവെ എനിക്ക് വിടുതൽ തരണമേ. ഞാൻ മാമോദിസ സ്വീകരിക്കേണ്ടവനാണ്. പത്രോസ് ഈ യാചനയുമായി മുട്ടുകുത്തി നിൽക്കുകയാണ്. ഈശോ കുനിഞ്ഞിട്ട് പറയുന്നു, മാമോദിസ ആദ്യം നൽകുന്നത് നീയായിരിക്കും, നാളെ തുടങ്ങി. വേണ്ട കർത്താവേ, ഞാൻ ആ പുകക്കുഴലിനേക്കാൾ കറുത്തതായിരിക്കെ ഞാൻ എങ്ങനെ മാമോദിസ നൽകും? തൻ്റെ പരുക്കൻ മുക്കുവക്കരങ്ങൾ ചേർത്ത് ഈശോയുടെ മുട്ടിമേൽ വെച്ചുകൊണ്ട് മുട്ടിമേൽ നിൽക്കുന്ന പത്രോസിൻ്റെ ആത്മാർത്ഥമായ എളിമ കണ്ട് ഈശോ പുഞ്ചിരി തൂകുന്നു. അനന്തരം പത്രോസിൻ്റെ നരച്ച ചുരുണ്ട മുടിക്ക് താഴെ നെറ്റിത്തടത്തിൽ ചുംബിച്ചുകൊണ്ട് പറയുന്നു, ഇവിടെ നോക്കൂ, എൻ്റെ ചുംബനം കൊണ്ട് നിന്നെ ഞാൻ മാമോദിസ മുക്കുന്നു. ഇപ്പോൾ നിനക്ക് സന്തോഷമായോ? ഒരു ചുംബനം കൂടെ കിട്ടാനായി ഞാനൊരു പാപം കൂടി ചെയ്യട്ടെ? വേണ്ട. ദൈവത്തിൻ്റെ ദാനങ്ങൾ കിട്ടാൻ വേണ്ടിയും കിട്ടുമെന്നോർത്തും ദൈവത്തെ നിന്ദിക്കരുത്. നീ എനിക്കും ഒരു ചുംബനം തരികയില്ലേ? എനിക്കും പാപങ്ങളുണ്ട്, യൂദാസ് കറിയോത്ത് പറയുന്നു. ഈശോ അയാളെ തറപ്പിച്ചു നോക്കുന്നു. ഈശോയുടെ നോട്ടം പെട്ടെന്ന് മാറുകയാണ്. പത്രോസിനോട് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷവും തെളിമയും മാറി. നിശ്ചിതമായും ക്ഷീണിച്ചും പൂർണ്ണമായതുമാണ് ഇപ്പോൾ ആ നോട്ടം. ഈശോ പറയുന്നു, ശരി, നിനക്കും ചുംബനമുണ്ട്, വരൂ. ഞാൻ ആരോടും വ്യത്യാസം കാണിക്കുന്നില്ല. യൂദാസെ, നീ നല്ലവനാകും. നിനക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ നിനക്കും ചെറുപ്രായമാണ്. ഉയരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും കയറുവാൻ ഒരു ജീവിതകാലം മുഴുവൻ മുന്നിലുണ്ട്. അങ്ങനെ വിശുദ്ധിയുടെ പൂർണ്ണതയിലെത്താൻ നിനക്ക് കഴിയും. അനന്തരം ഈശോ അയാളെ ചുംബിക്കുന്നു. ഇനി നിന്റെ ഊഴമാണ് സൈമൺ, എൻ്റെ സ്നേഹിത. പിന്നെ എൻ്റെ വിജയമായ മാത്യുവിന്, പിന്നെ ജ്ഞാനിയായ ബെർത്തലോമിയക്ക്, പിന്നീട് വിശ്വസ്തനായ ഫിലിപ്പിന്, അനന്തരം സന്തോഷവാനായ തോമാസിന് വരൂ. നിശബ്ദമായി പ്രവർത്തിക്കുന്ന ആൻഡ്രു, ഞാൻ ആദ്യം കണ്ട ജെയിംസേ വരൂ. ഇപ്പോൾ നീ നിന്റെ ഗുരുവിൻ്റെ ആനന്ദമല്ലേ? യൂദാസെ, എൻ്റെ ബാല്യകാലത്തും യുവത്വത്തിലേക്കും എൻ്റെ കൂട്ടുകാരൻ. നിന്റെ രീതികൾ കൊണ്ടും ഹൃദയം കൊണ്ടും നീതിമാനായവനെ അനുസ്മരിപ്പിക്കുന്ന ജെയിംസേ വരൂ. നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ എൻ്റെ ചുംബനം കിട്ടി. എൻ്റെ സ്നേഹം വലുതാണ്, എന്നാൽ നിങ്ങളുടെ സന്മനസ് ആവശ്യമാണെന്നും ഓർക്കുക. എൻ്റെ ശിഷ്യരെന്നുള്ള നിലക്ക് നാളെ ഒരു ചുവടും ഒരു ബഹുമതിയും അതേ സമയത്ത് ഉത്തരവാദിത്വവും ഉള്ളതാണെന്ന് ഓർക്കുക. ഗുരുവേ, അങ്ങ് ഒരു ദിവസം ഞങ്ങളോടും, എന്നോടും ജോൺ, ജെയിംസ്, മാത്യു എന്നിവരോടും പറഞ്ഞിരുന്നു, പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കാമെന്ന്. എനിക്ക് തോന്നുന്നത് അങ്ങ് പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളും പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ ചെയ്യണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന വേലകൾ ചെയ്യാൻ ഞങ്ങൾ അർഹരാകുമെന്നാണ് പത്രോസ് പറയുന്നു. അന്ന് ഞാൻ ഇങ്ങനെയും കൂടി മറുപടിയായി പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വേണ്ടത്ര പരിശീലനം ലഭിച്ചു കഴിയുമ്പോൾ ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥന ഞാൻ പഠിപ്പിക്കാം. എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കായി ഞാൻ തന്നിട്ട് പോകാം. എന്നാൽ അധരങ്ങൾ കൊണ്ട് മാത്രമാണ് അത് പറയുന്നതെങ്കിൽ അതും ഒരു പ്രാർത്ഥന ആകുകയില്ല. തൽക്കാലത്തേക്ക് നിങ്ങളുടെ ആത്മാക്കൾ കൊണ്ടും മനസ്സുകൊണ്ടും ദൈവത്തിലേക്ക് ഉയരുക. ദൈവം മനുഷ്യന് നൽകുന്നതും മനുഷ്യർ ദൈവത്തിന് കാഴ്ചവെക്കുന്നതുമായ ഒരു സമ്മാനമാണ് പ്രാർത്ഥന. എന്ത്? പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കിപ്പോഴും യോഗ്യതയില്ലേ? ഇസ്രയേൽ മുഴുവനും പ്രാർത്ഥിക്കുന്നുണ്ട്, യൂദാസ് കറിയോത്ത് പറയുന്നു. അതെ യൂദാസേ, എന്നാൽ അവളുടെ പ്രവർത്തനങ്ങളിൽ നിന്നറിയാം ഇസ്രയേൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. നിങ്ങളെ വഞ്ചകരാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുറമെ പ്രാർത്ഥനയുടെ ഭാവം കാണിക്കുകയും ആന്തരികമായി നന്മയ്ക്കെതിരായിരിക്കുകയും ചെയ്യുന്നവർ വഞ്ചകരാണ്.
പിന്നെ എന്താണ് അത്ഭുതങ്ങൾ ചെയ്യാൻ ഞങ്ങളെ അങ്ങ് നിയോഗിക്കുന്നത്? യൂദാസ് വീണ്ടും ചോദിക്കുന്നു. ഞങ്ങൾ അത്ഭുതങ്ങൾ? ഓ ദൈവമേ, നിത്യമായി കരുണയായിരിക്കണമേ. ഓ, ഞങ്ങൾ പച്ചവെള്ളമല്ലാതെ ഒന്നും കുടിക്കുന്നില്ലല്ലോ. എൻ്റെ കുഞ്ഞെ, നിനക്ക് ഭ്രാന്താണോ? നമ്മൾ അത്ഭുതങ്ങൾ ചെയ്യാനോ? പത്രോസിനെ ഭയവും പരിഭ്രമവും, ആകെ അസ്വസ്ഥതയും. ഈ സംസാരം കേട്ടത് തന്നെ ഒരിടർച്ചയായിപ്പോയി. അവൻ യൂദയായിൽ വെച്ച് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ നീ പറഞ്ഞില്ലേ? ശരി, ഞാൻ അങ്ങനെ പറഞ്ഞു, അത് സത്യമാണ്. നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യും, എന്നാൽ നിങ്ങളിൽ ജഡികത അധികമുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല. ഞങ്ങൾ ഉപവസിക്കും. കറിയോത്തുകാരൻ പറയുന്നു. ഒരു ഉപകാരവുമില്ല. ജഡം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ദുർമോഹങ്ങളാണ്. ത്രിവിധ ദുരാശകളും അവളുടെ പിന്നാലെയുള്ള തിന്മകളും ചങ്ങലയും ഹീനമായ ബഹുഭാരിത്വത്തിൻ്റെ ഫലമായ കുട്ടികളെ പോലെ ധാരാളം തിന്മകൾ മനസ്സിൽ അഹങ്കാരം ജനിപ്പിക്കുന്നു. അധികാരത്തിനും ജഡിക സന്തോഷങ്ങൾക്കുമുള്ള അത്യാർത്തിയിൽ നിന്നാണ് ഇവയെല്ലാം ജന്മം കൊള്ളുന്നത്. ലോകത്തിലും മനുഷ്യനിലുമുള്ള എല്ലാ തിന്മകളും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു, യൂദാസ് പറയുന്നു. എന്നാൽ നിങ്ങളെ തന്നെ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മരിക്കണമോ? നിന്നോട് കൂടിയായിരിക്കാൻ ഞങ്ങൾ അതും ചെയ്യും. കുറഞ്ഞ പക്ഷം ഞാനെങ്കിലും ചെയ്യും. വേണ്ട, ശാരീരിക മരണമല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളിലുള്ള മൃഗീയതയും സാത്താൻ്റെ അരൂപിയും മരിക്കണമെന്നാണ്. എന്നാൽ കള്ളം, അഹങ്കാരം, ദേഷ്യം, ധിക്കാരം, കൊതി, അത്യാഗ്രഹം, മടി ഇവ നൽകി ജഡത്തെ സംതൃപ്തമാക്കുന്ന കാലത്തോളം ഇവ നിങ്ങളിൽ മരിക്കുകയില്ല. ഇത്ര വിശുദ്ധനായ അങ്ങേ സമീപത്ത് ഞങ്ങൾ ഇത്ര തിന്മയുള്ളവരാണല്ലോ, ബെർത്തലോമിയ താഴ്ന്ന സ്വരത്തിൽ പറയുന്നു. അവൻ എപ്പോഴും വളരെ പരിശുദ്ധനായിരുന്നു. ഈശോയുടെ കസിൻ ജെയിംസ് പറയുന്നു. നമ്മൾ എന്താണെന്ന് അവനറിയാം. അതിനാൽ നമ്മൾ നിരാശപ്പെടരുത്. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഓരോ ദിവസവും അങ്ങയെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഞങ്ങൾക്ക് പാപമില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ വഞ്ചിതരാണ്. നമ്മൾ വഞ്ചിക്കുകയാകും ചെയ്യുക. ആരെ? നമ്മൾ എന്താണെന്നറിയുന്ന നമ്മളെ തന്നെ. അത് പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നമുക്കറിയാം ദൈവത്തെ. ഒരിക്കലും ചതിക്കാൻ കഴിയാത്ത ദൈവത്തോട് വഞ്ചന കാണിക്കുകയായിരിക്കും ചെയ്യുക. എന്നാൽ ഇങ്ങനെ നമ്മൾ പറയണം, ഞങ്ങൾ ബലഹീനരും പാപികളുമാണ്. പാപപ്രവൃത്തിയും അങ്ങേ ശക്തിയും നൽകി ഞങ്ങളെ സഹായിക്കണമേ. ദൈവം നമ്മെ നിരാശപ്പെടുത്തുകയില്ല. തൻ്റെ നന്മയിലും നീതിയിലും അവിടുന്ന് നമ്മോട് ക്ഷമിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഷ്ടതയിൽ നിന്നും അവിടുന്ന് നമ്മെ ശുദ്ധിയാക്കും, ജോൺ പറയുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ ജോണേ, കാരണം നിന്റെ ആദരങ്ങൾ വഴി സത്യം സംസാരിക്കുന്നു. നിന്റെ ആദരങ്ങൾക്ക് നിഷ്കളങ്കതയുടെ സൗരഭ്യമുണ്ട്. അവ ആരാധ്യമായ സ്നേഹത്തെ മാത്രമേ ചുംബിക്കുന്നുള്ളൂ. ഈശോ എഴുന്നേറ്റ് നിന്ന് ഒരു ഇരുണ്ട മൂലക്കിരുന്ന് സംസാരിച്ച ജോണിനെ തൻ്റെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ശിഷ്യനെ അടുത്ത് നിർത്തി മാറോടണയ്ക്കുന്നു. പിതാവും കർത്താവും ആയവന്റെ ഒന്നാമത്തെ വചനം ഇതാകുന്നു. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു.